പ്രേക്ഷകര് പറയുന്നു പവർ ടീം ഇൻവിസിബിൾ ആണെന്ന്. ഇവരൊന്നും ചെയ്യാതിരിക്കുന്നത് കണ്ട് ബോറടിച്ചു എന്നാണ് പ്രേക്ഷകര് പറയുന്നത്. എന്റെയും അഭിപ്രായം വ്യത്യസ്തമല്ല. അതുകൊണ്ട് രണ്ടുപേരെ നിങ്ങളുടെ ടീമിൽ നിന്നും നീക്കം ചെയ്യണം, എന്നിട്ട് പുതിയ രണ്ടുപേരെ എടുക്കണം. ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് ഇപ്പോഴത്തെ പവർ ടീമിനെ കൂട്ടത്തോടെ അപമാനിച്ചു കിട്ടും കേട്ടോ. പുല്ല് വില പോലും കൊടുത്തില്ല അതിലുള്ള ഒരെണ്ണങ്ങൾക്ക് പോലും എന്നതാണ് സത്യം. എന്നിട്ട് പവർ ടീമിൽ നിന്ന് രണ്ടുപേര് ഇറങ്ങണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. പവർ ടീം ചർച്ച ചെയ്ത് അത് ആരൊക്കെയാണ് എന്ന് പറയണം. പവർ റൂമിൽ വെച്ചുള്ള ഇവരുടെ ഡിസ്കഷനാണ് അതിൽ ശോകം. ശരണ്യ ഒഴികെയുള്ള ബാക്കി 3 പേർക്കും പവർ ടീമിൽ നിൽക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അവർ ഇറങ്ങണം എന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗബ്രിയും ഋഷിയുമാണ് എന്നിട്ട് ഇറങ്ങിയത് കേട്ടോ. അവസാനം ഒരു തീരുമാനത്തിലെത്തി. പവർ ടീമിലിരുന്ന് പുഴുത്ത് ചീഞ്ഞ് നാറിയാണ് ഈ രണ്ടെണ്ണങ്ങളും പവർ ടീമിൽ നിന്ന് ഇറങ്ങിയത് എന്നത് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഗബ്രിയൊക്കെ 5ാമത്തെ ആഴ്ച റിസോർട്ട് വാസം അനുഭവിച്ച് നോമിനേഷൻ ഫ്രീ കാർഡ് മേടിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. ഋഷി ആണെങ്കിൽ ഇതുപോലൊരു നിഷ്കളങ്കൻ, ആർക്കും വശത്താക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ. രണ്ടുപേരും പവർ ടീമിൽ ഇരിക്കാൻ ഡിസേർവിംഗ് അല്ല. പിന്നെ പവർ ടീമിൽ കയറാൻ വേണ്ടിയുള്ള നോമിനേഷൻസ് 5 പേരാണ്. ജാസ്മിൻ, ജിൻഡോ, സിജോ, സായി, നന്ദന എന്നിവരാണ്. ജിൻഡോ പിന്നെ എല്ലാത്തിനും എണീറ്റ് നിന്നോളും. സായിയും നന്ദനയുമാണ് പവർ ടീമിലേക്ക് കയറുന്നത്. ഇന്നലത്തെ ആ ഒരു പ്രോമോയിൽ കണ്ടതാണ്. എന്തായാലും ഈ ഒരു പവർ പൊളിറ്റിക്സിൽ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെയായി വന്ന്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ്, ബിഗ് ബോസ് തന്നെ നേരിട്ട് സർഫാധികാരികളെ പരിഹസിച്ച് അപമാനിച്ചു വിട്ട ആ ഒരു കാര്യം. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.